നമസ്കാരം. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 22-ന് ഓരോ പങ്കാളിക്കും സീറ്റുകൾ പ്രഖ്യാപിക്കുന്ന പ്രധാന സംസ്ഥാനമായി ഉത്തർപ്രദേശ് മാറിയതോടെ ഇന്ത്യ സഖ്യം വമ്പിച്ച പ്രതീക്ഷയാണ് രാജ്യത്ത് ഉയർത്തിയത്. ലക്നൌവിൽ നടന്ന പത്രസമ്മേളനത്തിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് വിഭജനം പ്രഖ്യാപിച്ചതോടെ മറുവശത്ത് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് അഥവാ NDA അതിൻ്റെ പങ്കാളികൾക്കിടയിൽ സീറ്റുകൾ വിഭജിക്കുന്നതിൽ ഇപ്പോൾ പിന്നിൽ നിൽക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ രണ്ട് പ്രധാന ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിലൊന്ന്, യു പിയിലെ SP കോൺഗ്രസ് സഖ്യത്തെ ഇതിന് പ്രേരിപ്പിച്ചത് എന്താണ് എന്നാണ്. മറ്റൊന്ന്, സഖ്യം എന്ത് നേട്ടമുണ്ടാക്കും എന്നതാണ്. യു പിയിലെ യാദവ ഇതര OBC-കളുടെയും യാദവ ഇതര ദളിതുകളുടെയും വോട്ടുകളുടെ ഗണ്യമായ പങ്ക് ഇപ്പോഴും ഭാരതീയ ജനതാ പാർട്ടിക്കും സഖ്യകക്ഷികൾക്കും ഉണ്ടെന്ന് മുൻ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് പാറ്റേണുകൾ കാണിക്കുമ്പോൾ ഈ സമുദായങ്ങളിലെ ഗണ്യമായ ഒരു വിഭാഗത്തിന് BJPയോട് അതൃപ്തിയുണ്ട് എന്ന തിരിച്ചറിവാണ് SP-യെ നയിക്കുന്നത്. കാർഷിക പ്രശ്നങ്ങൾ, പണപ്പെരുപ്പം, ഈ സമുദായങ്ങൾക്കിടയിലെ തൊഴിലില്ലായ്മ തുടങ്ങിയ ഘടകങ്ങളാണ് ഇതിന് പിന്നിലെ പ്രധാന ശക്തിയായി കണക്കാക്കപ്പെടുന്നത്. ഇതനുസരിച്ച് ബൂത്ത് തലത്തിൽ ഈ സമുദായങ്ങളുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കാനുള്ള തന്ത്രമാണ് പാർട്ടി ഇപ്പോൾ തയ്യാറാക്കിയത്. വളരെ മുമ്പും അഖിലേന്ത്യാ തലത്തിലും സമാനമായ രീതിയിൽ പ്രവർത്തിച്ച രാഹുൽ ഗാന്ധി ഈ സമുദായങ്ങൾക്കിടയിൽ BJP വിരുദ്ധ വികാരം വർദ്ധിപ്പിക്കുന്നതിനായി ആദ്യം ഭാരത് ജോഡോ യാത്രയും പിന്നീട് ഭാരത് ജോഡോ ന്യായ് യാത്രയും ആരംഭിച്ചു. ജാതി സെൻസസ്, സാമൂഹിക സാമ്പത്തിക നീതി, തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങൾ കോൺഗ്രസ് നിരന്തരം ഉന്നയിക്കുന്നുമുണ്ട്. BJPക്കൊപ്പം തങ്ങളുടെ ഭാവി സുരക്ഷിതമല്ലെന്ന് രാജ്യത്തെ ദളിത് OBC ജനതയെ ബോധ്യപ്പെടുത്താനാണ് രാഹുൽ ഗാന്ധിയുടെ രണ്ട് യാത്രകൾ ശ്രമിച്ചതെന്ന് UP കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അനിൽ യാദവ് പറഞ്ഞു. 2020-ൽ മുസ്ലിം യാദവ വോട്ടുകളിൽ ഭൂരിഭാഗവും നേടുന്നതിൽ SP വിജയിച്ചെങ്കിലും ദളിത് മറ്റു OBC വോട്ടർമാരെ ആകർഷിക്കുന്നതിൽ അത് വിജയിച്ചില്ല. കാരണം അത് ഒരു മുസ്ലിം യാദവ പാർട്ടിയായാണ് അറിയപ്പെട്ടത്. മറുവശത്ത് യു.പിയിൽ പീപ്പിൾസ് പൾസ് നടത്തിയ മുൻകാല സർവേകൾ സൂചിപ്പിക്കുന്നത് പ്രിയങ്ക ഗാന്ധി വാദ്രയുടെ നല്ല പ്രതിച്ഛായ ഉണ്ടായിരുന്നിട്ടും ഈ സമുദായങ്ങൾ ഇരു പാർട്ടികൾക്കിടയിലായി ഭിന്നിച്ചതോടെ ഫലം കാണാതെ പോയി എന്നാണ്. ഇപ്പോൾ SP-യും കോൺഗ്രസും ഒരു സഖ്യത്തിൽ ഒന്നിക്കുന്നതിനാൽ ഈ പോരായ്മകൾ മറികടക്കാൻ കഴിയും എന്നും സർവേ കണക്കുകൂട്ടുന്നുണ്ട്. കോൺഗ്രസ് സഖ്യം SP-യുടെ ജാതി ഇമേജ് മയപ്പെടുത്തുമെന്നതാണ് ഈ കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനം. മുസ്ലിം വോട്ടർമാരിൽ ഭൂരിഭാഗവും 2022-ൽ തന്നെ അനുകൂലമായി വോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും 2024-ൽ പൂർണ്ണമായും കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്ന് വ്യക്തമായ സൂചനയുണ്ട്. ഭാരത് ജോഡോ ന്യായ് യാത്ര യു.പിയിലൂടെ കടന്നു പോകുമ്പോൾ വൻ ജനക്കൂട്ടത്തെ ആകർഷിച്ചും ഒപ്പം SP നേതാക്കളും പ്രവർത്തകരും ഒരുപോലെ പങ്കെടുത്തും വലിയ വിജയമായി. ഇത് മുന്നണിയിലെ ആത്മവിശ്വാസവും സൗഹൃദാന്തരീക്ഷവും ഉയർത്തിയിട്ടുണ്ട്. അതേസമയം കോൺസ്റ്റബിൾ, RO, ARO റിക്രൂട്ട്മെന്റ് പരീക്ഷകളിലെ പേപ്പർ ചോർച്ചയ്ക്കെതിരെ തൊഴിലില്ലാത്ത യുവാക്കളുടെ പ്രതിഷേധം നിലവിലെ UP സർക്കാരിനെ വേട്ടയാടുന്നുണ്ട്. ഈ സംഭവ വികാസങ്ങൾക്കിടയിൽ ജനുവരി ആദ്യം നടന്ന രാമക്ഷേത്ര ഉദ്ഘാടനത്തിലൂടെ BJP സൃഷ്ടിച്ച ആഹ്ലാദവും പോസിറ്റീവ് അന്തരീക്ഷവും ജനശ്രദ്ധയിൽ നിന്ന് പതുക്കെ മാഞ്ഞിട്ടുണ്ട്. ഇക്കാരണങ്ങൾ 2024-ൽ യു.പിയിൽ NDAയെ നേരിടാൻ ഇന്ത്യൻ സഖ്യത്തിന് കരുത്തു പകരുമെന്ന കണക്കുകൂട്ടലിലേക്ക് നയിക്കുന്നുണ്ട്. 2019-ൽ NDAക്ക് 64-ഉം അതിൽ BJPക്ക് 62, അപ്നാദൾ സോനാലാലിന് 2 എന്നിങ്ങനെയായിരുന്നു സീറ്റ് നില. ഇതിൽ എത്ര സീറ്റ് കുറയ്ക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയും? അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെയും നിലവിലെ ട്രെൻഡുകളുടെയും ഡാറ്റ സൂക്ഷ്മമായി പരിശോധിക്കുന്നത് വ്യക്തമായ ഒരു ചിത്രം നൽകുന്നുണ്ട്. 2022-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവ് നയിച്ച മഹാഗഡ്ബന്ധന്റെ വോട്ട് വിഹിതവും കോൺഗ്രസിന്റെ വോട്ട് വിഹിതവും കൂടി ഉൾപ്പെടുത്തിയാൽ 38.5% കൂടുതലാണെന്നാണ് പൊതുവെ ധാരണ. ഇത് സംസ്ഥാനത്തെ 80 ലോക്സഭാ സീറ്റുകളിൽ ഏകദേശം 30 എണ്ണത്തിൽ മേൽക്കൈ നേടുന്നുണ്ട്. എന്നിരുന്നാലും വോട്ട് ശതമാനം മാത്രം സീറ്റുകളായി മാറണമെന്നില്ല. ഒരു പാർട്ടിക്ക് ഒരു സംസ്ഥാനത്തുടനീളം മെച്ചപ്പെട്ട ശതമാനം വോട്ടുകൾ ലഭിച്ചേക്കാം. എന്നിട്ടും ഒരു സീറ്റിൽ പോലും വിജയിക്കാനായില്ല എന്നും വരാം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു.പിയിൽ ബഹുജൻ സമാജ് പാർട്ടിയുടെ പ്രകടനം ഇതിൻ്റെ മികച്ച ഉദാഹരണമാണ്. മൊത്തം വോട്ടിൻ്റെ 19.77% പോൾ ചെയ്തിട്ടും ഒരു സീറ്റ് പോലും നേടാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിൽ അസംബ്ലിയിൽ നേടിയ സീറ്റുകളുടെ കാര്യത്തിൽ മഹാഗഡ്ബന്ധൻ ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെ 127 നിയമസഭാ സെഗ്മെന്റുകളിൽ മുന്നിട്ടു നിന്നു. അത് അതേപടി തുടരുകയാണെങ്കിൽ ഏകദേശം 25 ലോക്സഭാ സീറ്റുകളായി ഇത്തവണ പരിവർത്തനം ചെയ്യപ്പെട്ടേക്കാം. ഈ യുക്തി അനുസരിച്ച് 2024-ലെ തെരഞ്ഞെടുപ്പിൽ 55ഓളം സീറ്റുകളിലേക്ക് NDA സീറ്റുകളെ പരിമിതപ്പെടുത്താൻ സഖ്യം കൊണ്ട് കഴിയും. എന്നാൽ 2022-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്നാദളുമായി മാത്രം സഖ്യത്തിലാണ് BJP മത്സരിച്ചത്. ഒപ്പം ചിലയിടത്ത് നിഷാദ് പാർട്ടിയും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ
SBSPയും അതുപോലെ തന്നെ RLDയുടെയും പിന്തുണ കൂടി അവർക്കുണ്ട്. 2022 NDA സീറ്റ് കണക്കിൽ അവരുടെ എണ്ണം കൂടി ചേർത്താൽ കാവി സഖ്യം 287 നിയമസഭാ സീറ്റുകളിലേക്ക് കുതിക്കും. അതായത് ഏകദേശം 58 ലോക്സഭാ സീറ്റുകൾ. പോരായ്മകൾ ഏറെ ഉണ്ടെങ്കിലും തെരഞ്ഞെടുപ്പുകൾക്കായി ഏറ്റവും കൂടുതൽ തയ്യാറെടുക്കുന്ന പാർട്ടിയാണ് BJP. രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത് ഇപ്പോഴും സമാനതകളില്ലാത്തതാണ് എന്ന് പ്രധാന സർവേകൾ വ്യക്തമാക്കുന്നു. കൂടാതെ അവരുടെ പ്രധാന ഊന്നലുകളായ റാം റൊട്ടി രാഷ്ട്രം അഥവാ ഹിന്ദുത്വ, ഗുണഭോക്തൃ നയങ്ങൾ, അമിത ദേശീയത എന്നിവയെക്കുറിച്ചുള്ള അതിൻ്റെ ആഖ്യാനത്തിന് പ്രതിപക്ഷത്തിൻ്റെ ശ്രമങ്ങൾക്കിടയിലും തിളക്കം നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് കാണാതിരുന്നുകൂടാ. SP കോൺഗ്രസ് സഖ്യം BJP വിരുദ്ധ പോരാട്ടത്തിൻ്റെ പേരിൽ ഒരു വലിയ സാമൂഹിക അടിത്തറ ഉണ്ടാക്കുന്നതിൻ്റെ നീക്കത്തിൽ വിജയിച്ചിട്ടുണ്ട്. അതേസമയം UPയിൽ BSPക്ക് അധികാരം നഷ്ടപ്പെട്ടിട്ട് 12 വർഷമായി. അതിനുശേഷം അത് വീണ്ടെടുക്കാനായിട്ടില്ല. അസംതൃപ്തരായ BSP വോട്ടുകളുടെ വലിയൊരു വിഭാഗം ദളിതരും EBCകളും ഇപ്പോൾ പുതിയ രാഷ്ട്രീയ ഓപ്ഷനുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. എന്നിരുന്നാലും അത് മുഴുവൻ ചരിത്രപരമായ കാരണങ്ങളാൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാകുമെന്ന് അനുമാനിക്കാനാവില്ല. UPയിൽ BSPയുടെ അവസ്ഥയിൽ കാര്യമായ വീഴ്ചയും എല്ലാ പ്രധാന രാഷ്ട്രീയ ഇടപെടലുകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും അതിൻ്റെ പിന്മാറ്റവും കാരണം മുമ്പ് അതിനോട് വിശ്വസ്തരായ വിവിധ സാമൂഹിക ബ്ലോക്കുകളും ജാതികളും പുതിയ വഴികൾ തേടുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. SP കോൺഗ്രസ് സഖ്യം വിശാലമായ ഒരു സാമൂഹിക അടിത്തറ സൃഷ്ടിക്കുന്നതിൽ വിജയിച്ചാൽ 2019 സംഖ്യകൾക്ക് മുകളിൽ UPയിൽ BJP നേടുന്നതിൽ നിന്ന് BJPയെ തടയാൻ ഇന്ത്യൻ സഖ്യത്തിന് സാധ്യമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ അതുപോലും ചെറിയ നേട്ടമല്ല എന്നു തന്നെ പറയാം.